ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് 15 നോമ്പിന്റെ ആരംഭമാണ്. എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 15 വരെ 15 നോമ്പായി നാം ആചരിക്കുന്നു. അതായത് കന്യകമറിയാമിന്റെ സമർപ്പണത്തെ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ. ഇന്ന് നമുക്ക് ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. കുറിവാക്യമായി മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 23-ഉം 24-ഉം വാക്യങ്ങൾ വായിക്കും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലത് ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഭാഗത്ത് പ്രധാനമായും 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 21, 22 വാക്യങ്ങളിൽ കൊലപാതകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 23, 26 വഴിപാടിനെ കുറിച്ച്. 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വ്യഭിചാരത്തെ കുറിച്ച്. 31, 32 വാക്യങ്ങള് ഡിവോഴ്സിനെ കുറിച്ചും പറയുന്നു. ഇതിലൂടെയൊക്കെ നാം എന്ത് തരത്തിലുള്ള ഒരു ജീവിതമാണ് നയിക്കേണ്ടതെന്ന് കർത്താവ് നമുക്ക് കാട്ടിത്തരുന്നു. കൊല്ലുക എന്നുള്ളത് ഭയങ്കരമായ ഒരു പാപമാണ്. എന്നാൽ അതിനേക്കാൾ വലിയ പാപമാണ് കോപം. സ്നേഹിക്കാനാണ് കർത്താവ് പഠിപ്പിച്ചത്. യേശുവിനെ കൊല്ലണമെന്ന് ആഗ്രഹിച്ച പരീശന്മാർ പോലും അവരെ കൊല്ലുവാനായിട്ട് തുനിയുന്നില്ല. മറ്റുള്ളവരെ കൊണ്ട് കൊല ചെയ്യിപ്പിക്കുവാനായിട്ടുള്ള കാരണങ്ങള്, സാഹചര്യങ്ങള് ഒരുക്കി കൊടുക്കുകയാണ് അവർ ചെയ്തത്. നാം കോപിക്കുമ്പോൾ കർത്താവ് നമ്മെ പഠിപ്പിച്ച പാഠം നാം മറന്നുപോവുകയാണ് ചെയ്യുന്നത്. മറ്റൊരാളോടുള്ള നമ്മുടെ കയ്പാണ് കോപമായി പുറത്തു വരുന്നത്. കോപം എന്ന് പറയുന്നത് അപകടകരമായ ഒരു വികാരമാണ്. നമ്മുടെ കൺട്രോൾ നശിപ്പിക്കുന്ന, വൈകാരികമായി നമ്മെ മുറിവേൽപ്പിക്കുന്ന, അക്രമത്തിലേക്ക് നമ്മെ നയിക്കുന്ന, മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് കോപം എന്ന് പറയുന്നത്. ദൈവ സ്വഭാവത്തിൽ നിന്നും അകന്നു പോകുന്നതിന് അതിടയാക്കും. നമ്മുടെ ചിന്തകളിന്മേൽ ഒരു നിയന്ത്രണം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ വിചാരങ്ങൾ പോലും ദൈവത്തോട് നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നുള്ള ചിന്ത നമ്മെ എല്ലായ്പ്പോഴും ഭരിക്കേണ്ടത് ആവശ്യമാണ്. 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ വഴിപാടിനെ കുറിച്ച് പറയുന്നു. ബന്ധങ്ങൾ നല്ലതല്ലെങ്കിൽ, കെട്ടുറപ്പുള്ളതല്ലെങ്കിൽ ദൈവവുമായുള്ള ബന്ധവും ശരിയായി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ കൂട്ടുകാരനോടോ സഹോദരനോടോ ഒരു പ്രയാസമോ പ്രശ്നമോ ഉണ്ടെങ്കിൽ ഏറ്റവും വേഗം അത് പരിഹരിക്കാനായിട്ട് നാം ശ്രമിക്കണം. 1 യോഹന്നാൻ 4:20 പറയുന്നത് പോലെ മറ്റുള്ളവരെ വെറുത്തുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ നാം കള്ളന്മാരാണ്. മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റം നമുക്ക് ദൈവത്തോടുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുന്നതാണ്. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് സഹോദരനുമായുള്ള ബന്ധം ശരിയായിരിക്കാൻ നാം എല്ലായ്പ്പോഴും ശ്രമിക്കണം. പണ്ട് കാലത്ത് ഒരാൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും കടംപെട്ടിട്ടുണ്ടെങ്കിൽ അത് വീട്ടുവാൻ അയാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അയാളെ തടവിലാക്കുകയായിരുന്നു പതിവ്. മറ്റൊരാൾ വന്ന് അവന്റെ കടം തീർക്കുന്നില്ലെങ്കിൽ അയാൾ അവിടെ വെച്ച് ഒരു തടവുകാരനായി തന്റെ ജീവിതകാലം പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. ഒരാളുമായി നമുക്ക് പ്രശ്നമുണ്ടെങ്കിൽ കോടതിയിൽ പോകാതെ തന്നെ പ്രശ്നം പരിഹരിക്കുന്നതാണ് നല്ലത്. വിശാലമായ അർത്ഥത്തിൽ ചിന്തിച്ചാൽ ദൈവം മുമ്പാകെ വരുന്നതിന് മുമ്പ് സഹോദരങ്ങളുമായി നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിന് നമുക്ക് കഴിയണം. 27 മുതൽ 30 വരെയുള്ള ഭാഗത്ത് വ്യഭിചാരത്തെ കുറിച്ച് പറയുന്നു. പഴയ നിയമപ്രകാരം തന്റെ പങ്കാളിയുമായുള്ളതല്ലാത്ത ബന്ധം പാപമാണ്. യേശു കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് തന്റെ പങ്കാളിയുമായുള്ളതല്ലാതെയുള്ള ബന്ധങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ വ്യഭിചാരമാണെന്നാണ്. വിവാഹ ബന്ധങ്ങൾ സുദൃഢമായിരിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളും ബന്ധങ്ങളും സുതാര്യമായിരിക്കണം. ഈ ലോകത്തിന്റെ മായാവലയങ്ങളിൽ വീണുപോയി നമ്മുടെ ജീവിതം നശിപ്പിക്കാതെ നമുക്ക് ഏറ്റവും അനുയോജ്യമായതാണ് ദൈവം തന്ന വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. തെറ്റായ ആഗ്രഹങ്ങൾ, തെറ്റായ പ്രവൃത്തികൾ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുകയും അത് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുകയും ചെയ്യും. നമ്മുടെ കണ്ണോ കയ്യോ നമുക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അത് നശിപ്പിക്കുന്നതാണ് ശരീരം മുഴുവൻ നാശത്തിലേക്ക് വീഴുന്നതിനേക്കാൾ നല്ലതെന്ന് പറയുന്നു. നമ്മുടെ ചില ആഗ്രഹങ്ങള്, പ്രവർത്തനങ്ങൾ നമ്മെ നാശത്തിലേക്ക് നയിക്കുന്നതാണെന്ന് നാം മനസ്സിലാക്കാതെ പോകുന്നു.
നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അവയിൽ നിന്ന് വിട്ടുനിൽപ്പാൻ, ചിലരിൽ നിന്നും അകലേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ നാം ശ്രമിക്കണം. അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹകരമായി തീരും. 31, 32 വാക്യങ്ങളില് ഡിവോഴ്സിനെ കുറിച്ച് പറയുന്നു. നമ്മെ വേദനിപ്പിക്കുന്ന, നശിപ്പിക്കുന്ന ഒന്നാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. വിവാഹം ഒരു ജീവിതകാലം മുഴുവനായുള്ള ഉടമ്പടിയാണ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരാൾ ഒന്നിൻ്റെയും ഒരു പരിഹാരമായി വിവാഹമോചനത്തെ കാണരുത്. ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒരു ബന്ധമായി കുടുംബജീവിതത്തെ നമുക്ക് കാണുവാൻ സാധിക്കണം. മരണത്താലല്ലാതെ ഈ ബന്ധം വേർപിരിപ്പാൻ പാടില്ലാത്ത ഒന്നാണ്. കെട്ടുറപ്പുള്ളതായി വളർത്താനും മറ്റു ബന്ധങ്ങൾക്ക് വേണ്ടി അതിനെ തകർത്ത് കളയാനും നമുക്ക് സാധിക്കും. പരസംഗം മൂലമല്ലാതെ ഒരാളും ഭാര്യയെയോ ഭർത്താവിനെയോ ഉപേക്ഷിക്കരുതെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. ഭാര്യയെ ഉപേക്ഷിക്കുന്നതിന് കാരണം കണ്ടെത്തുന്നവരായിട്ടല്ല, കെട്ടുറപ്പോടെ കുടുംബജീവിതം നിലനിർത്തുന്നതിന് പരിശ്രമിക്കുന്നവരായി തീരുവാൻ നാം പരിശ്രമിക്കണം. നാം ഇന്ന് ചിന്തിച്ച കാര്യങ്ങളിലൂടെ മറ്റുള്ളവരോട് അനാവശ്യമായി കോപിക്കാതെ സഹോദരനെ സ്നേഹിക്കുന്നവരായിരിക്കാൻ, മറ്റുള്ളവന്റെ യാതൊന്നിനെയും മോഹിക്കാതിരിക്കുവാൻ, ദൈവം നൽകിയ കുടുംബജീവിതം നന്നായി നയിക്കുന്നവരായിരിക്കാൻ ദൈവം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കോപം, സഹോദരനെ സ്നേഹിക്കുന്നവർ വന്നുപോയ കുറവുകൾ, മറ്റുള്ളവൻ്റേത് മോഹിച്ചു പോയത്, ഞങ്ങളുടെ പങ്കാളിയോട് അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ പെരുമാറാതെ പോയത് എല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന തരത്തിൽ അങ്ങയുടെ ഹിതപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ.